ഓം ശാന്തി. ഞാൻ എൻ്റെ സങ്കല്പശക്തിയെ എൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഏകാഗ്രമാക്കുന്നു. ഞാൻ ഭ്രുകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഒരു ചൈതന്യ നക്ഷത്രമാണ്. ഇതാണ് എൻ്റെ അനാദി സ്വരൂപം. അനാദി സ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ ഞാൻ ആത്മാവിൽ അനാദി ഗുണങ്ങൾ പ്രകടമാകുന്നു. എനിക്ക് എൻ്റെ അനാദി പിതാ വരദാത ശോഭാബയിൽ നിന്നും സന്തുഷ്ടമൂർത്തി ഭവ വരദാനം കിട്ടിയിരിക്കുന്നു. ഞാൻ സ്വയം തന്നിൽ സന്തുഷ്ടമാണ്. ഞാൻ ആരാണോ, എങ്ങനെയാണോ, എന്താണോ എൻ്റെ റോൾ, ഞാൻ ഇതിലെല്ലാം സന്തുഷ്ടമാണ്. ഞാൻ സ്വയം സന്തുഷ്ടമാണ്. പരിധിയുള്ള യാതൊരു ആഗ്രഹങ്ങളും മനസ്സിലില്ല. ഞാൻ സർവരിലും സന്തുഷ്ടമാണ്. ഞാൻ സന്തുഷ്ടമണിയാകുന്നു. സങ്കല്പത്തിലും വചനത്തിലും കർമ്മത്തിലും സംബന്ധ സമ്പർക്കത്തിലും സന്തുഷ്ടതയുടെ തിളക്കമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ സർവരുടെ പ്രതിയും അതിയായ സ്നേഹമുണ്ട്. നിസ്വാർത്ഥ സ്നേഹമുണ്ട്. ഈ ഡ്രാമയിൽ ഓരോരുത്തർക്കും അവരവരുടേതായ പാർട്ടാണ്. ഞാൻ സർവ ആത്മാക്കളുടെ റോളിലും സന്തുഷ്ടമാണ്. ഓരോരുത്തരും തൻ്റെ റോൾ പെർഫെക്റ്റായി അഭിനയിക്കുന്നു. ഡ്രാമ പെർഫെക്റ്റാണ്. ഡ്രാമയുടെ രഹസ്യത്തെ മനസ്സിലാക്കി ഞാൻ സന്തുഷ്ടമാണ്. ഒരിക്കലും ഏത് കാര്യത്തിലും പ്രശ്നചിത്തനല്ല. സദാ നിശ്ചിന്ത പ്രസന്ന ചിത്താത്മാവാണ്. ഞാൻ സർവരുടെയും പ്രതി നിസ്വാർത്ഥ നിർദോഷ വൃത്തി ദൃഷ്ടി വയ്ക്കുന്നു. സന്തുഷ്ടമണി ആത്മ സർവരെയും സന്തുഷ്ടമാക്കുന്നു. ഞാൻ ഭവിഷ്യ രാജ്യത്വത്ത് പ്രാപ്തി ചെയ്യുന്നു. ഞാൻ സന്തുഷ്ടമണി ആത്മാവാണ്. ഞാൻ സന്തുഷ്ടമണിയായി സാഹചര്യങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും മുക്തനായിരിക്കുന്നു. സന്തുഷ്ടതയുള്ളിടത്ത് എല്ലാ ഗുണങ്ങളും എല്ലാ ശക്തികളും സ്വതവേ ഉണ്ടാകും. ഞാൻ സന്തുഷ്ടമണി ആത്മാ എല്ലാവരുടെയും ബാബയുടെയും സമീപസ്ഥിതിയിലിരിക്കുന്നു. ഇതിനായി ഞാൻ സാക്ഷി ദ്രഷ്ട അവസ്ഥ ധാരണ ചെയ്യുന്നു. ത്രികാലദർശി അവസ്ഥ വേണം. അവിനാശിയായ ബാബയിലൂടെ അവിനാശിയായ സംബന്ധങ്ങളും സമ്പത്തും പ്രാപ്തമാക്കുന്നു. നിർഭയരും ഏകാഗ്രബുദ്ധിയുള്ളവരും ആയ ആത്മാക്കൾ ഒരു സാഹചര്യത്തിലും പതറുന്നില്ല. ബാബ
ഇപ്പോൾ തന്നെ എല്ലാവർക്കും വരദാനം നൽകുന്നു. സദാ യോഗിയായിരിക്കട്ടെ, പവിത്രമായിരിക്കട്ടെ. എല്ലാ ദിവസവും ഒരേ സമയം ഒരേ വരദാനം എല്ലാ കുട്ടികൾക്കും നൽകുന്നു. വരദാനത്തിൻ്റെ ഫലം ലഭിക്കുന്നതിനായി ആവർത്തിച്ച് വരദാനം സ്മൃതിയിൽ കൊണ്ടുവരുന്നു. സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഫലമുണ്ടാക്കുന്നതിലൂടെ ശക്തി നിറയുന്നു. മാസ്റ്റർ സർവശക്തിവാനായി ഏത് സമയത്ത് ഏത് ശക്തിക്ക് നിർദ്ദേശം നൽകുന്നുവോ അത് ഹാജരാകണം. സർവ വിജയങ്ങളുടെയും താക്കോൽ 3 ബിന്ദുക്കളാണ്. ഞാൻ ബാബ ഡ്രാമ. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബാബയുടെ കൈയും കൂട്ടുകെട്ടിൻ്റെയും സ്മൃതിയിലൂടെ ബുദ്ധിമുട്ടുകൾ സഹജമാകുന്നു. ദുഃഖമില്ലാത്തവരും നിശ്ചിന്തരുമാകുന്നു. ഓരോ കർമ്മത്തിലും ബാപ്പ് ദാദ കൂടെയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ അലൗകിക ജീവിതത്തിൻ്റെ കൈ ബാബയുടെ കൈകളിലാണ്. ഞാൻ ജീവിതം ബാബയിൽ അർപ്പിച്ചിരിക്കുന്നു. ഉത്തരവാദിത്വം ബാബയ്ക്കാണ്. ഭാരമിറക്കുന്നതിന് ബുദ്ധിമുട്ടുകളെ സഹജമാക്കുന്നതിനുമുള്ള മാർഗമാണ് ബാബയുടെ കൈയും കൂട്ടുകെട്ടും. പുരുഷാർത്ഥത്തിൽ സത്യതയുണ്ടെങ്കിൽ ബാബയുടെ കൂടുതൽ സഹായം അനുഭവപ്പെടും. ഓം ശാന്തി.